ഏവർക്കും സ്വാഗതം, വണക്കം, വെൽക്കം. ഈ എളിമയാർന്ന ചെറിയ വീഡിയോയുടെ ഏക ലക്ഷ്യം ഒരു സുഹൃത്ത് ഉന്നയിച്ച 2 ചോദ്യങ്ങളോട് എൻ്റെ അറിവുകേടിൻ്റെ പരിധിയിൽ നിന്നുകൊണ്ട് ബഹുമാന പുരസ്സരം പ്രതികരിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ട് ആരാണ് ഈ സുഹൃത്ത് എന്നത് വെളിപ്പെടുത്താതെ അദ്ദേഹത്തിൻ്റെ ചോദ്യം അദ്ദേഹത്തിൻ്റെ തന്നെ സ്വരത്തിൽ നിങ്ങളെ കേൾപ്പിച്ചിട്ട് അതിനോട് പ്രതികരിക്കാൻ ഞാനിപ്പോൾ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് ഈ ചോദ്യം ഉന്നയിച്ച വ്യക്തിയോടുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഈ ഒരു ചുമതലയിലേക്ക് ഞാൻ പ്രവേശിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്രകാരമാണ്. ഗുഡ് മോർണിംഗ്. കാര്യങ്ങൾ വിചാരിച്ചാണ് ഞാൻ ഫോണിൽ വിളിക്കാഞ്ഞത്. ഒരു കാര്യം, ക്ഷമിക്കണം, ഏതോ ഒരു ചെറിയ പ്രശ്നം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ദൈവത്തെക്കുറിച്ച് മതങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ വെച്ച് പുലർത്തുന്നുണ്ട്. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത്, ഏത് മതത്തിൻ്റെ സങ്കല്പമാണ് അച്ഛൻ്റെ അഭിപ്രായത്തിൽ സത്യത്തോട് അടുത്ത് നിൽക്കുന്നത്? ക്രിസ്തു മതത്തിൻ്റെയാണോ, ഇസ്ലാം മതത്തിൻ്റെയാണോ, ഹിന്ദു മതത്തിൻ്റെയാണോ, അതോ ഇനി ബുദ്ധമതത്തിൻ്റെയാണോ എന്നുള്ളൊരു ചോദ്യമാണ്. അതോ ഏത് മതങ്ങൾ പഠിപ്പിക്കുന്ന ഉപരിയായിട്ട് വല്ല വ്യക്തികൾ പഠിപ്പിച്ച ദൈവസങ്കല്പങ്ങളാണോ, അതോ ദാർശനികമായിട്ടുള്ള എന്തെങ്കിലും ആണോ? അച്ഛൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് ഒന്ന് ഉത്തരം പറയണേ. അതോടൊപ്പം ഇതാണ് ആദ്യത്തെ ചോദ്യം. ഏത് മതം നൽകുന്ന ദൈവസങ്കല്പമാണ് സത്യത്തോടടുത്ത് നിൽക്കുന്നത്, അതുകൊണ്ട് നമുക്ക് സ്വീകരിപ്പാൻ കൂടുതൽ യോഗ്യതയുള്ളത്? ഇത് വളരെ ന്യായമായ ചോദ്യമാണ്. എല്ലാവരും ചോദിക്കേണ്ട ചോദ്യമാണ്. എല്ലാവരും തങ്ങളുടെ തന്നെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിരന്തരം അന്വേഷിച്ചു കൊണ്ടേയിരിക്കേണ്ട ഒരു ചോദ്യമാണ്. എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇവിടെ ഒരു അഭ്യർത്ഥന അറിയിച്ചുകൊണ്ട് ആരംഭിക്കുന്നതാണ് നല്ലത്. ഞാൻ ജീവിതത്തിൽ കാണിച്ച ഒരു വലിയ മണ്ടത്തരം, ഇങ്ങനെയുള്ള ചോദ്യങ്ങളോട് സത്യസന്ധമായി ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതികരിക്കുന്നത് കൊണ്ട് ഞാൻ ആകെപ്പാടെ സമ്പാദിച്ചത് വലിയ കടുത്ത ശത്രുതയാണ്. അത് രസം എന്താണെന്ന് പറഞ്ഞാൽ, ചോദിക്കുന്ന ആളും ശത്രുവാകും. കാരണം ഓരോരുത്തരും ഓരോ ചോദ്യം ചോദിക്കുന്നത് അവരുടേതായ സങ്കല്പങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ്. അതിനോട് എത്രമാത്രം ഞാൻ അടുത്ത് നിൽക്കുന്നു എന്നത് മാത്രം കണ്ടെത്താനാണ്. അല്ലാതെ സത്യസന്ധമായ ഒരു ചോദ്യത്തിന് ഉത്തരം കണ്ടിട്ട് പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടെങ്കിൽ സ്വീകരിക്കാനുള്ള മനസ്സോടുകൂടെ അല്ല 1999 ആളുകളും എന്നത് 40-50 വർഷത്തെ അനുഭവം കൊണ്ടിരിക്കുന്ന നന്നേ ബോധ്യമുള്ളതാണ്. എന്നാലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആളുകൾ ആത്മാർത്ഥതയിൽ നിന്ന് തന്നെയാണ് ചോദിക്കുന്നത് എന്ന് അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് 1000-ൽ ഒരാൾക്കെങ്കിലും എന്തെങ്കിലും ഒരു ചിന്താശകലം പ്രാപിച്ച് അതുകൊണ്ട് എന്തെങ്കിലും നന്മ വരുന്നുവെങ്കിൽ ആയിക്കൊള്ളട്ടെ. ബാക്കി 999 ശത്രുതയെ ഞാൻ അതിനുവേണ്ടി സ്വീകരിച്ചു കൊള്ളാം എന്ന മനസ്സോടുകൂടെയാണ് ഞാൻ പ്രതികരിക്കുന്നത്. ഈ ചോദ്യം ഉന്നയിച്ച വ്യക്തി എനിക്ക് അറിയാവുന്ന വ്യക്തിയാണ്. അദ്ദേഹം ഒരു സത്യാന്വേഷി തന്നെയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ദുരുദ്ദേശമില്ല എന്നത് എനിക്ക് നല്ല ബോധ്യമുണ്ട്. ദുരുദ്ദേശമുണ്ട് എന്ന് തോന്നിയാലും ഞാൻ ഉത്തരം പറയും. അതുകൊണ്ട് ആർക്കെല്ലാം എന്നോട് എന്തെല്ലാം കടുത്ത വെറുപ്പും ദേഷ്യവും വൈരാഗ്യവും ഉണ്ടായാലും ഉത്തരം പറയാൻ ശ്രമിക്കും. ഞാൻ പറയുന്ന ഉത്തരം ആത്യന്തികമായ സത്യമാണെന്നോ ഇതിനപ്പുറത്ത് ഒരു ഉത്തരമില്ലെന്നോ ഒന്നും എനിക്ക് യാതൊരു അവകാശവുമില്ല. ഞാൻ അങ്ങനെ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചുകൊണ്ടല്ല ഇത് പറയുന്നത്. അപ്പോൾ ദൈവസങ്കല്പം, മതങ്ങളിലെ ദൈവസങ്കല്പം, അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ, വ്യത്യാസങ്ങൾ, ഇതിലേതാണ് സത്യത്തോട് അടുത്ത് നിൽക്കുന്നത്? അപ്പോൾ ഹിന്ദുമതത്തിൻ്റെ കാഴ്ചപ്പാടിൽ ദൈവം സത്യമാണ്, ദൈവം സത്യം തന്നെ
യേശു പറയുന്നു ഞാൻ സത്യമാണ്. അപ്പോൾ തീർച്ചയായും സത്യത്തിന് നാം വലിയ വില കൽപ്പിക്കേണ്ടതായിട്ടുണ്ട്. സത്യത്തിൻ്റെ അളവുകോൽ കൊണ്ട് വേണം നാം എന്തിനെയൊക്കെയോ ആശ്രയിക്കുന്നു അതിനെയൊക്കെയും അളക്കേണ്ടത്, യാതൊരു സംശയമില്ല. എന്നാൽ പൊന്തിയോസ് പീലാത്തോസ് ഉയർത്തുന്നൊരു ചോദ്യമുണ്ട്, സത്യം എന്നാൽ എന്താണ്? ഈ ചോദ്യത്തെ നാം വേണ്ടതുപോലെ പരിഗണിക്കുന്നില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. കാരണം എന്താണ്? മതമേഖലയിൽ പ്രത്യേകിച്ച് നാം ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന ആ ഒരു പ്രവണത, സത്യം എന്താണ് എന്നാരോ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അത് ഞങ്ങൾക്ക് മാത്രം അറിയാം, സത്യം ഞങ്ങളുടെ കുത്തകയാണ്, അതുകൊണ്ട് ഞങ്ങൾ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി, ഇതിനപ്പുറത്ത് കയറി അന്വേഷിക്കാനുള്ള മിടുക്കൊന്നും കാണിക്കണ്ട, അതങ്ങ് പത്തായത്തി വെച്ചാൽ മതി എന്നൊരു കാഴ്ചപ്പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് മാത്രമാണ് സത്യം, ഞാൻ അറിഞ്ഞിട്ടുള്ളത് മാത്രമാണ് സത്യം, അതിനപ്പുറത്തൊരു സത്യവുമില്ല എന്ന ഈ ഒരു കാഴ്ചപ്പാട് സത്യത്തെ കാണാതെ വണ്ണം മനുഷ്യൻ്റെ കണ്ണ് അടയ്ക്കുവാൻ, മനുഷ്യനെ മതപരമായി അന്ധനാക്കുവാൻ മാത്രം സഹായിക്കുന്നതാണ് എന്ന് ഈ തരുണത്തിൽ ഞാൻ വളരെ സങ്കടത്തോടെ അറിയിച്ചു കൊള്ളട്ടെ. ഇത് എന്നെ ബോധ്യപ്പെടുത്തിയത് മറ്റാരുമല്ല, നസ്രയനായ യേശുവാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായത്തിന് 18-ാം വാക്യത്തിൽ യേശു പറയുന്നു, ഞാൻ അന്ധരായ ആളുകളുടെ കണ്ണ് തുറക്കാൻ വന്നവരാണ്. നിങ്ങൾക്കറിയാം, യേശുവിൻ്റെ ദൗത്യം രാഷ്ട്രീയമായിരുന്നില്ല, മതപരമായിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ മതപരമായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്തൊക്കെ നിർവഹിക്കാൻ വന്നു എന്ന് യേശു എവിടെയൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം മതത്തോടുള്ള ബന്ധത്തിൽ വേണം നാം മനസ്സിലാക്കുവാൻ. മതം മനുഷ്യരെ അന്ധരാക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യം യേശു നന്നേ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെതിരെ യേശു വ്യക്തമായ നിലപാടെടുത്തിരുന്നു. ആ അന്ധതയിൽ അള്ളിപ്പിടിച്ച് നിൽക്കുന്ന യഹൂദൻ്റെ മതഭോഷത്തരത്തോട് വളരെ വിമർശനാത്മകമായി സധൈര്യം യേശു പ്രതികരിച്ചിരുന്നുവെന്നത് സുവിശേഷത്തോട് എന്തെങ്കിലും ബന്ധമുള്ള ആളുകൾക്ക് തിരിച്ചറിയാവുന്നതേ ഉള്ളൂ. അപ്പോൾ നാം വ്യക്തമായി ധരിക്കണം, മതം അന്ധതയുടെ ഒരു മേഖലയാണ് എന്ന് മാത്രവുമല്ല, അതിനേക്കാൾ അപകടകരമായിട്ടുള്ളത്, മതം അന്ധതയുടെ മേഖലയായിരിക്കെ ഈ അന്ധത മാത്രമാണ് ശരിയായ കാര്യം, അതാണ് യോഗ്യത, അതിൽ മാത്രമാണ് പ്രത്യാശ വയ്ക്കേണ്ടത്. ഈ അന്ധതയിൽ കൂടെ കാണാൻ കഴിയാവുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് കാണാൻ ശ്രമിക്കരുത്, അന്വേഷിക്കരുത്, മനസ്സിലാക്കരുത് എന്ന ഒരു നിർബന്ധം, അതാണ് മതമേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ മനുഷ്യത്വത്തിൻ്റെ അപകടം എന്ന് വളരെ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഇത് ദൂരെ മാറി നിന്ന് ഏതോ മുൻവിധികളനുസരിച്ചുള്ള ഒരു തെറ്റിദ്ധാരണയല്ല. ഏതാണ്ട് അരനൂറ്റാണ്ട് കാലത്തോളം ഈ ഭൂമിയിൽ, ഈ വയൽ പ്രദേശത്ത് വളരെയധികം ക്ലേശിക്കുകയും അധ്വാനിക്കുകയും പലവിധ ആളുകളോടും സംരംഭങ്ങളോടും സഭകളോടും ആത്മാർത്ഥ ബന്ധം പുലർത്തുകയും നടക്കുന്ന കാര്യങ്ങൾ അല്ലെ നിയന്ത്രിക്കുന്ന മർമ്മങ്ങൾ എന്ത് എന്ന വളരെ തുറന്ന മനസ്സോടെ അന്വേഷിച്ച് മനസ്സിലാക്കുകയും ചെയ്യാൻ ഇടയായ ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്. അതുകൊണ്ട് എൻ്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ മതപരമായി മുൻപോട്ട് വയ്ക്കുന്ന എല്ലാ അവകാശവാദങ്ങളെയും വളരെയധികം സംശയത്തോടെയാണ് ഞാൻ വീക്ഷിക്കുന്നത്. സംശയമെന്ന് പറഞ്ഞാൽ ഇവയിലൊക്കെ കാര്യമായ പരിമിതികളുണ്ട്. ആത്യന്തികമായ സത്യം അറിയുവാൻ നമുക്കിവിടെ സ്വാതന്ത്ര്യമില്ല, അതറിയിക്കുവാൻ ആർക്കും താല്പര്യവുമില്ല എന്ന യാഥാർത്ഥ്യത്തെ മുൻനിർത്തിയാണ് ഞാൻ ഈ ഒരു വിഷയത്തെ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ, വ്യക്തിപരമായി നാം ഓരോരുത്തരും നമ്മുടെ വിശ്വാസ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ കൂടുതൽ ചുമതലയുള്ളവരായിരിക്കണം. ഇതുവരെ നമുക്ക് നൽകപ്പെട്ട മത കാഴ്ചപ്പാടനുസരിച്ച് നമുക്ക് യാതൊരു ചുമതലയും ആവശ്യമില്ല. നമ്മുടെ മതപരമായ കാര്യങ്ങൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്, അത് അനുസരിച്ച് അതിനനുരൂപരായി ജീവിക്കുക മാത്രമാണ്. അങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് കൈപ്പറ്റാവുന്ന ആനുകൂല്യങ്ങൾ ആസ്വദിക്കുക മാത്രമാണ് നമ്മുടെ കടമ
എന്ന ഒരു വലിയ പരിമിതിയിലാണ് നാം വളർന്നത്, നാം പരിശീലിപ്പിക്കപ്പെട്ടു. അതിൽ നിന്ന് മാറ്റം വന്നിട്ട് നാം എന്തിനെ വിശ്വസിക്കുന്നു, നാം ഏത് ആചരിക്കുന്നു, നാം ഏതെല്ലാം മതപരമായ സങ്കല്പങ്ങൾ വെച്ചു പുലർത്തുന്നു, ഇവയെപ്പറ്റി വ്യക്തിപരമായൊരു ചുമതല ബോധത്തിലേക്ക് വളരുവാൻ നമുക്ക് ആവശ്യമുണ്ട് എന്നതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി നമുക്ക് ദൈവസങ്കല്പങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ ഈ ചോദ്യം ഉന്നയിച്ച സുഹൃത്ത് പറഞ്ഞതുപോലെ എല്ലാ മതങ്ങൾക്കും അവയുടേതായ ദൈവസങ്കല്പങ്ങളുണ്ട്. ഈ ദൈവസങ്കല്പങ്ങൾ ഓരോ സഭയുടെയും ആത്മീയ സാഹിത്യം, സ്പിരിച്വൽ ലിറ്ററേച്ചർ, അവരുടെ വേദങ്ങൾ, ഹിന്ദുക്കൾക്ക് വേദങ്ങൾ, ക്രിസ്ത്യാനികൾക്ക് വേദപുസ്തകങ്ങൾ, മുസ്ലിങ്ങൾക്ക് ഖുറാൻ ഷരീഫ്, ഹിന്ദു അവസ്ഥ, അല്ലെങ്കിൽ സിഖുകാരുടെ ഗുരു ഗ്രന്ഥ സാഹിബ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇതിൽ പറയുന്ന കാര്യങ്ങളനുസരിച്ചല്ല ഒരു മതവും രൂപീകരിക്കപ്പെടുകയും പ്രവർത്തിക്കുകയും ഇപ്പോൾ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഇത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അവർ വിലമതിക്കുന്ന മതഗ്രന്ഥങ്ങളുടെ ആത്മീയ ദർശനവും അവർ ഉൾപ്പെട്ടിരിക്കുന്ന മത സമൂഹങ്ങളുടെ കാഴ്ചപ്പാടും പ്രവർത്തനവും കരുതലും പരസ്പര വിരുദ്ധമായിരിക്കും. ക്രിസ്ത്യാനികളും വേദപുസ്തകവും തമ്മിൽ വലിയ ബന്ധമില്ല. വ്യക്തിപരമായ കാര്യങ്ങളല്ല ഞാനീ പറയുന്നത്. വ്യക്തികളായ വിശ്വാസികൾ ഒരു പരിധിവരെയെങ്കിലും വേദപുസ്തകത്തിൽ നിന്ന് അവർക്കറിയാവുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കിയതിനനുസരിച്ച് ഒരു പക്ഷേ തിട്ടപ്പെടുത്തുവാൻ ശ്രമിച്ചു വന്നിരിക്കും. പക്ഷേ ഒരു സംഘടിതമായ മതമെന്ന നിലയിൽ ഒരു സഭ പോലും യേശുവിൻ്റെ ആദർശങ്ങൾക്ക് അനുസരിച്ച് സഭാജീവിതമോ ലക്ഷ്യങ്ങളോ അതിൻ്റെ സംസ്കാരമോ തിട്ടപ്പെടുത്തുവാൻ കൂട്ടാക്കുകയല്ല എന്നത് ഞാൻ പറയാതെ തന്നെ എവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് തിരിച്ചറിയുവാനോ അങ്ങനെ തന്നെയാണ് എന്ന് പരസ്യമായി സമ്മതിക്കുവാനോ ധൈര്യമില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു അന്വേഷണം കൂടുതൽ മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് സമയത്തിൻ്റെ പരിമിതിയുണ്ട്. മതങ്ങൾ ദൈവത്തെപ്പറ്റി അറിഞ്ഞതും ദൈവത്തെപ്പറ്റി അറിയിക്കുന്നതും തമ്മിൽ കടലും കടലാടിയും പോലെയുള്ള വ്യത്യാസമുണ്ട്. രാവും പകലും പോലെയുള്ള വ്യത്യാസമുണ്ട്. മോരും മുതിരയും പോലെയുള്ള വ്യത്യാസമുണ്ട്. ഇത് ജനം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ പേരിൽ എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത്. ഇപ്പോൾ പഴയ നിയമത്തിൽ വരുമ്പോൾ യഹൂദൻ കനാന്യ നാട്ടിൽ തിരിച്ചു ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകളെ ആബാലവൃദ്ധം കൊന്നൊടുക്കണമെന്ന് ദൈവം പറഞ്ഞു എന്നാണ് പറയുന്നത്. അതേത് തരത്തിലുള്ള ദൈവമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരെയും സ്വന്തം രൂപത്തിൽ സൃഷ്ടിച്ച ദൈവം ആ രൂപത്തിൻ്റെ ആവിഷ്കാരങ്ങളായ ഒരു ജനതയെ മുഴുവനും കൊന്നൊടുക്കുവാൻ പറയണമെങ്കിൽ ദൈവം ആത്മഹത്യ ചെയ്തു എന്ന് എനിക്ക് മനസ്സിലാകത്തുള്ളൂ. അല്ല, നിങ്ങളെങ്ങനെയാണത് മനസ്സിലാക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ കാലാകാലങ്ങളിൽ സംഭവിച്ചത് എന്താണ്? ദൈവത്തിൻ്റെ പേരെടുക്കുന്ന ആളുകൾ അവരുടേതായ സ്ഥാപിത താല്പര്യങ്ങളെ ന്യായീകരിക്കുന്നതിന് വേണ്ടി ദൈവത്തിൻ്റെ നാമം, ദൈവത്തിൻ്റെ പേര്, ദൈവമെന്ന ശബ്ദം ദുരുപയോഗം ചെയ്തു. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പേര്, നാമം ആരും എടുക്കരുത് എന്ന 10 കൽപ്പനയിൽ തന്നെ പറയുന്നത്. ഡു നോട്ട് ടേക്ക് ദ നെയിം ഓഫ് ദ ലോർഡ് ദൈ ഗോഡ് ഇൻ വെയിൻ. എങ്ങനെയാണ് ദൈവത്തിൻ്റെ നാമം വൃഥ എടുക്കുന്നത്? ദൈവ സ്വഭാവത്തോട് പുലബന്ധം പോലുമില്ലാത്ത കാര്യങ്ങളെ മറ്റൊരു വിധത്തിലും ന്യായീകരിക്കാൻ വയ്യാത്തത് കൊണ്ട് അത് ന്യായീകരിക്കുന്നതിന് വേണ്ടി മാത്രം ദൈവത്തിൻ്റെ പേര് എടുക്കുന്നതിനാണ് ദൈവനാമം വൃഥ എടുക്കുന്നു എന്ന ആശയം കൊണ്ട് ഉദ്ദേശിക്കുന്നു. ഇത് നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടോ ഇല്ലയോ? വേണ്ട, തുച്ഛമായൊരു കാര്യമെടുക്കുക. പണക്കൊതി മൂക്കുമ്പോൾ പറയും ദൈവവേലയ്ക്ക് നിങ്ങൾ സംഭാവന ചെയ്യണമെന്ന് പറയും. എന്താണ് ഈ ദൈവവേല? ദൈവത്തിൻ്റെ വേല എന്താണ് എന്ന് നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചിട്ടുണ്ടോ?
പള്ളിയുടെ ആഭിമുഖ്യത്തിൽ ചെയ്യുന്നതെല്ലാം ദൈവവേദനയാണ് എന്ന് വിചാരിക്കാൻ നിങ്ങൾ അത്രമാത്രം വിഡ്ഢികളായിപ്പോയോ? ദൈവവേല എന്ന് പറയുമ്പോൾ ദൈവ സ്വഭാവത്തെ മനുഷ്യർക്ക് അനുഭവവിദ്യമാകത്തക്കവണ്ണം പ്രവർത്തിക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ദൈവവേല എന്ന പേര് പോലും കൊടുക്കുവാൻ അർഹതയുള്ളൂ. അതിനു പകരം ഏത് മാമാങ്കം കളിക്കാനും ദൈവവേല എന്ന പേര് കൊടുത്തിട്ട് പണം ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്നതിനുള്ള ഏറ്റവും നല്ല മാർഗം അതാണ് എന്നതുകൊണ്ട് മാത്രമാണ് ദൈവത്തിൻ്റെ പേര് എടുക്കുക. ഞാൻ എന്നെ കേൾക്കുന്നവരോടും ഒരു ചെറിയ എക്സസൈസ് ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. നിങ്ങളൊരു ഒരു ഷീറ്റ് കടലാസ് എടുത്തിട്ട് ദൈവത്തെപ്പറ്റി നിങ്ങൾ ഇപ്പോൾ വരെ അറിയുന്ന കാര്യങ്ങളൊന്ന് എഴുതുക. ദൈവം ആരാണ്? ഞാൻ വെച്ച് പുലർത്തുന്ന ദൈവസങ്കല്പം എന്താണ്? ഞാൻ ഹിന്ദുവാണ്, ക്രിസ്ത്യാനിയാണ്, മുസ്ലിമാണ്, സിഖാണ്, ബൗദ്ധനാണ്, അങ്ങനെ മറ്റും. ഇത്ര നാളിതുവരെയായി ഞാൻ പ്രാപിച്ച ദൈവത്തെ പറ്റിയുള്ള അറിവെന്താണ്? എൻ്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ദൈവസങ്കല്പം എന്താണ്? ഒന്ന് എഴുതാമോ? രണ്ടാമത്തെ കോളത്തിൽ എഴുതണം, ഈ ദൈവസങ്കല്പവും എൻ്റെ ജീവിതവുമായിട്ടുള്ള ബന്ധം എന്താണ്? മൂന്നാമത്തെ കോളത്തിൽ ഈ ദൈവസങ്കല്പവും ഞാൻ ഉൾപ്പെട്ടിരിക്കുന്ന വിശ്വാസ സമൂഹം, സഭ, അതിൻ്റെ പ്രവർത്തനവും തമ്മിൽ എന്താണ് ബന്ധം? നിങ്ങൾ ഈ എക്സസൈസ് ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യണം, കാരണം ബോധം കിട്ടും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നത്, ബോധം കിട്ടും. അപ്പോൾ നാം എന്ത് ദൈവസങ്കല്പത്തെ വെച്ച് പുലർത്തുന്നുവെന്നാണ് നാം പറയുന്നത്? ദൈവത്തെ നാം എങ്ങനെയാണ് അറിയുന്നത്? അറിവിനെപ്പറ്റി ഒരു വാക്ക് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. നാം അറിയുക എന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിയിൽ കൂടെ മാത്രമേ നമുക്കറിയാൻ സാധ്യമാകുകയുള്ളൂ. 2, ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്, കഴിഞ്ഞകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ മാക്രി എന്നൊരു ശബ്ദം അല്ലെങ്കിൽ പശു എന്നൊരു വാക്ക്, ഈ വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു രൂപം പൊന്തി വരും. അതെന്തിനെ ആശ്രയിച്ചാണ്? കഴിഞ്ഞ കാലങ്ങളിൽ നാം പശുക്കളെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നതിനെ ആശ്രയിച്ചാണ്. ഇപ്പോൾ പശുവിനെ വളർത്തിയ ഒരാൾ പശു എന്ന വാക്ക് കേൾക്കുന്നതും പശുവിനെ കാണാതെ പശു എന്ന വാക്ക് പുസ്തകത്തിൽ കൂടെ പരിചയം പ്രാപിച്ച ഒരു വ്യക്തിയും തമ്മിൽ, ഇവർ രണ്ടുപേരും ഈ പശു എന്ന വാക്ക് കേൾക്കുമ്പോൾ അത് തമ്മിൽ വലിയ വ്യത്യാസമുണ്ടായിരിക്കും. ആദ്യത്തെ ആൾ അനുഭവിക്കുന്ന അവസ്ഥയല്ല രണ്ടാമത്തെ ആളിൻ്റെ ആ വാക്കിൽ കൂടെ. നമ്മളാരും ദൈവത്തെ കണ്ടിട്ടോ അറിഞ്ഞിട്ടോ അന്വേഷിച്ചിട്ടോ അനുസരിച്ചിട്ടോ ഒന്നുമല്ല. ദൈവത്തിൻ്റെ പേരിലെന്ന് പറഞ്ഞ് നടത്തപ്പെടുന്ന ചില പ്രക്രിയകൾ, പ്രസ്ഥാനങ്ങൾ, മാമാങ്കങ്ങൾ, അതിന് പണം കൊടുത്തു മാത്രമുള്ള നമ്മുടെ ഒരു ബന്ധം, വിദൂര ബന്ധം. അതല്ല നമുക്ക് എന്താണ് അറിയാവുന്നത്. എന്നാൽ അതേസമയം തന്നെ മറ്റുള്ള മതങ്ങളോടുള്ള നമ്മുടെ പ്രതികരണത്തിൽ നമ്മുടെ ദൈവം ആരെങ്കിലും നമ്മുടെ ദൈവത്തെ ഒന്ന് വിമർശിച്ചാൽ പോയി ഉടനെ നമ്മുടെ ഉള്ളിൽ പിശാച്, നമ്മുടെ ദൈവത്തെ സംരക്ഷിക്കാനായിട്ട് നമ്മളുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്നത് ദൈവികമായ ചിന്തകളോ പ്രതികരണങ്ങളോ അല്ല, പിശാചിൻ്റേതാണ്. നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും, നിൻ്റെ കാല് ഞാൻ തല്ലിയൊടിക്കും, നിൻ്റെ കൈ ഞാൻ വെട്ടും. നമുക്കറിയാം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്കറിയാം. കുരിശ് യുദ്ധം നടന്ന് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ചത്തു വീണു. അതുകൊണ്ട് ദൈവത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത്? എന്തെല്ലാം പ്രസ്ഥാനങ്ങൾ നടക്കുന്നു, ദൈവവേല എത്ര നടക്കുന്നു. ഇതുകൊണ്ട് ദൈവത്തിനൊരു കച്ചിത്തുരുമ്പിൻ്റെ പ്രയോജനം, ദൈവം ഇത് അറിയുന്നുവെന്ന് നിങ്ങൾ വിചാരിക്കുന്നു, ദൈവം ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര, സുഹൃത്തേ, എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ദൈവത്തെപ്പറ്റി അറിയാനായിട്ട് നിങ്ങൾ ദയവായി മതങ്ങളെ ആശ്രയിക്കരുത്. യേശു പറഞ്ഞു, ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിലാണ്.
നിങ്ങളുടെ മധ്യത്തിലുമാണ്. ആരെങ്കിലും പടച്ചു വയ്ക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ കോളാമ്പിയിൽ കൂടെ അല്ല നിങ്ങൾ ദൈവത്തെ അറിയേണ്ടത്. നിങ്ങൾക്ക് വാസ്തവത്തിൽ നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ വായിച്ച് അതിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്ന ദൈവജ്ഞാനം പ്രാപിപ്പാൻ കെൽപ്പുള്ളവരല്ല. അതെന്താണ് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ. 50 വർഷം ഈ കാര്യം അന്വേഷിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എനിക്കിന്നും അറിഞ്ഞുകൂടാ എന്നൊരറിവ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ എങ്ങനെയാണ് ദൈവം എന്ന് പറയുമ്പോൾ ഉടനെ കുറുവടിയും കൊണ്ട് നടക്കുന്നത്? കേരളത്തിൽ അതിനൊരു ഒരു പാർട്ടി തന്നെയുണ്ട്, കാസ എന്ന് പറയും. അതിനിപ്പോൾ പൊതുദിനം പറയുന്ന കാസ കൂസന്മാരെന്നാണ് പറയും. അവർ ക്രിസ്തീയ മതത്തെ സംരക്ഷിച്ചേ അടങ്ങൂ. ക്രിസ്തു മതത്തിന് ശത്രുക്കളുണ്ടോ എന്നും പറഞ്ഞ് ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്. കണ്ടാൽ കാല് തല്ലി ഓടിക്കും. അതോടുകൂടെ യേശുവിന് മാഹാത്മ്യം നേടാൻ വഴിയെടുക്കും. ഇതാണ് നമ്മുടെ പൊട്ടത്തരം. ഇതും ഒരു ദൈവസങ്കല്പമാണെന്ന് മനസ്സിലാക്കണം. ഏത് ദൈവസങ്കല്പം വെച്ചുകൊണ്ടാണ് മെത്രാന്മാർ രാഷ്ട്രീയക്കാരുമായി തോളൊരുമി നടക്കുന്നത്? ഏത് ദൈവസങ്കല്പം വെച്ചുകൊണ്ടാണ് സഭ ഇപ്രകാരം ക്രമീകരിക്കുകയും അതിൻ്റെ ആചാരക്രമാണങ്ങൾ ആസ്പദമാക്കി പരസ്പരം യുദ്ധം ചെയ്യുന്നത്? കിഴക്കോട്ട് തിരിഞ്ഞിരിക്കണോ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കണോ? സീറോ മലബാർ സഭ ഏത് ദൈവസങ്കല്പം വെച്ചുകൊണ്ടാണ് ഓർത്തഡോക്സുകാരനും യാക്കോബക്കാരനും പട്ടിയെയും പൂച്ചയും പോലെ പരസ്പരം കടിക്കുകയും മാന്തുകയും ചെയ്യുന്നത്? ഏത് ദൈവസങ്കല്പം വെച്ചുകൊണ്ടാണ്? ഈ ദൈവം നിനക്ക് പ്രസക്തമാണോ? നിനക്ക് സ്വീകാര്യമാണോ? പറയണം. ഓർത്തഡോക്സ് സഭ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? യാക്കോബ സഭ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? സിറിയൻ ഓർത്തഡോക്സ് സഭ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഓടി നടന്ന ആളുകളെ മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നൽകാമെന്നും പറഞ്ഞ് കൃത്രിമ വാഗ്ദാനം നൽകി കോടിക്കണക്കിന് പൈസ പിടുങ്ങിയ തിരുമേനി, അദ്ദേഹത്തോട് ചോദിക്കണം, ദൈവം ആരാണെന്ന് ചോദിക്കണം. കസേര ഒഴിയാൻ വയ്യ. കാരണം ദൈവം പറഞ്ഞു കസേരയിൽ ഇരുന്നോളാൻ പറഞ്ഞു. ദൈവം പറഞ്ഞു, ഞാനാണ് ലോകത്തിലെ എല്ലാ മരങ്ങളും സൃഷ്ടിച്ചത്. ഈ മരത്തിൽ നിന്നാണ് ബിഷപ്പിൻ്റെ കസേര ഉണ്ടായിരിക്കുന്നത്. ബിഷപ്പ്, നീ ബിഷപ്പാണ്, നീ എൻ്റെ അരുമയാന സന്തതിയാണ്, അവിടെ ഇരുന്നോടാ, ഇറങ്ങരുത്. ഭരണഘടന തിരുത്തി ഇരുന്ന് പുഴുത്ത് സഭ മുടിച്ച് ഏത് ദൈവത്തെ ആശ്രയിച്ചിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്? സത്യസന്ധമായി സ്വത്ത് കൈകാര്യം ചെയ്യുന്ന ഒരൊറ്റ സഭയുടെ പേര് പറയാമോ? ഏത് ദൈവത്തെ പറ്റിയാണ് ഈ പറയുന്നത്? മതങ്ങൾ തമ്മിൽ പരസ്പരം മത്സരിക്കണമെന്നും ഒന്ന് മറ്റതിനെ കീഴടക്കണമെന്നും ഇപ്പോൾ ഭാരത ജനായത്വം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? മതമാണ്. ഭാരതത്തിൽ ജനായത്ത രീതി നശിച്ചു പോകുമെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മതമായിരിക്കും. മതമില്ലായിരുന്നുവെങ്കിൽ മനുഷ്യർ സമാധാനത്തോടെ ജീവിച്ചു പോകുമായിരുന്നു. ഏത് ദൈവത്തിൻ്റെ പേരിലാണ് അതൊക്കെ കാണിക്കുന്നത്? അപ്പോൾ ഒരു മതവും പറയുന്ന ദൈവം മനുഷ്യർക്ക് സ്വീകരിക്കാവുന്ന ദൈവമല്ല, മതങ്ങൾക്ക് പറ്റുന്ന ദൈവം മാത്രമേ അവർ കൊണ്ട് നടക്കാറുള്ളൂ. എന്നാൽ അതേസമയം തന്നെ എല്ലാ മതഗ്രന്ഥങ്ങളിലും വെളിച്ചമുണ്ട്, വിളക്കുണ്ട്, വിളക്ക്. ദീപമേ നയിച്ചാലും, എന്താണ് വിളക്ക്? ഇപ്പോൾ സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നു, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപം, പാതയ്ക്ക് വെളിച്ചം. അതായിരിക്കണം മതം. ദൈവത്തെ അന്വേഷിച്ചാൽ കണ്ടെത്തും. പക്ഷേ കണ്ടെത്തണമെങ്കിൽ യഥാർത്ഥ അന്വേഷണം, തുറന്ന മനസ്സ്. കണ്ണടച്ചുകൊണ്ട് അന്വേഷിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? പക്ഷെ അങ്ങനെ ആരും ഒരിക്കലും ജീവിതത്തിൽ അന്വേഷിക്കാത്ത വിധത്തിലാണ് പിറന്നു വീണപ്പോൾ തൊട്ട് നമുക്ക് ലഭിച്ച പരിശീലനം.
ദൈവത്തെ അന്വേഷിച്ച് കണ്ടെത്താത്ത വിധത്തിൽ മനുഷ്യൻ്റെ കണ്ണ് അടച്ച് അവനെ അന്ധനാക്കുന്ന വിധത്തിലാണ് ഈ പരിശീലനം. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ആവർത്തിച്ച് പറയുന്നത്, മതം അന്ധകാരത്തിൻ്റെ മേഖലയാണ്. അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ അന്ധനാക്കുന്ന വിശ്വാസം. പിറവി മുതൽ നമുക്ക് നൽകപ്പെടുന്ന ഈ വർഗീയ വിഷം, നമ്മുടെ കണ്ണ് പൊട്ടിക്കാൻ മാത്രം പര്യാപ്തമായ ഈ പഠിപ്പീരുകൾ, ഈ പരിശീലനങ്ങൾ, ഇത് ഉള്ളിടത്തോളം കാലം നിൻ്റെ ദൈവമാണോ എൻ്റെ ദൈവമാണോ മിടുക്കൻ. എന്നാൽ രണ്ട് ദൈവങ്ങളെ നിർത്തി ഒരു ഗുസ്തി നടത്ത്, കരാട്ടെ നടത്ത്, വാൾപ്പയറ്റ് നടത്ത്, അങ്ങനെങ്കിലും തീരുമാനിച്ചത് അവസാനിപ്പിക്കുക. ഇങ്ങനെ നിൻ്റെ ദൈവമാണോ എൻ്റെ ദൈവമാണോ എന്ന് ചോദിച്ച് നടക്കുന്ന ആളുകൾക്ക് രണ്ട് ദൈവത്തെയും സ്വീകാര്യമല്ല, ദൈവത്തെ സ്വീകാര്യമല്ല. അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് മാത്രമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് വസ്തുനിഷ്ഠമായി തെളിയിക്കുകയാണ്, ശാസ്ത്രീയമായിട്ട് തെളിയിക്കുകയാണ്. എൻ്റെ കയ്യിൽ, എൻ്റെ അറിവിൽ 100% ആത്യന്തികമായ ദൈവത്തെപ്പറ്റിയുള്ള, സത്യദൈവത്തെപ്പറ്റിയുള്ള അറിവ് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും സ്വീകരിക്കുമോ? ഞാൻ തെളിയിക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ സ്വീകരിക്കില്ല. നിങ്ങൾക്ക് ചെറുപ്പം മുതൽ, നിങ്ങൾ ജനിച്ചപ്പോൾ തൊട്ട് എന്ത് ഈ കേട്ടുകേഴ്വികൾ ലഭിച്ചോ അതിനെ അള്ളിപ്പിടിച്ച് മാത്രമേ നിൽക്കത്തുള്ളൂ. ലോകത്തിൽ ആർക്കും വേണ്ടാത്ത, സത്യസന്ധമായി ആർക്കും വേണ്ടാത്ത ഒരു ചരക്കാണ് ദൈവം. എന്നാൽ എല്ലാ മതങ്ങളിലും ഈ ദീപമുണ്ട്. നമ്മുടെ പ്രശ്നം എന്താണ്? വാസ്തവത്തിൽ നമ്മുടെ ഇടയിൽ നടക്കുന്ന വാഗ്വാദങ്ങളും വഴക്കുകളും ഏത് ദൈവമാണ് ഏറ്റവും മഹാനായ ദൈവം എന്നുള്ളതല്ല, ഏത് വിളക്കിനാണ് കൂടുതൽ മേന്മ, ഭംഗി, ഏത് വിളക്കിലാണ് കൂടുതൽ എണ്ണയുള്ളത്, ഏത് വിളക്കിൻ്റെ തിരിക്കാണ് നീളം കൂടുതൽ, ഏതാണ് ഇതിനകത്തെ പ്രശ്നം. അങ്ങനെ വിളക്കിൻ്റെ മഹിമകളെപ്പറ്റി ചോദ്യോത്തരങ്ങൾ ചോദിച്ച് നിൽക്കുന്ന ആളുകൾക്ക് വിളക്ക് കയ്യിലെടുത്ത് അല്പമൊന്ന് നടന്ന് ആ വെളിച്ചം കാണിച്ചു തരുന്ന യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഒരു താല്പര്യവുമില്ല. താല്പര്യമുള്ളവർ അങ്ങനെ അവിടെ നിന്ന് വാഗ്വാദം നടത്തി സമയം കളയാറില്ല. മതങ്ങൾ തമ്മിലുള്ള സൗന്ദര്യപ്പിണക്കം, അതിൻ്റെ ലാഞ്ച കണ്ടാൽ എനിക്ക് വാസ്തവത്തിൽ ഛർദ്ദിക്കാൻ വരും. ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ ദൈവമാണ് ഏറ്റവും വലിയ ദൈവമെന്ന് സ്ഥാപിച്ചിട്ട് ഞാൻ ആർക്കെന്ത് നന്മയാണ് ചെയ്യുന്നത്? ആ ക്രിസ്ത്യാനിയുടെ ദൈവത്തിൻ്റെ പേരും പടവും കൊണ്ട് നടക്കുന്ന ചില ആളുകൾക്ക് കുറച്ചുകൂടി ലാഭം ഉണ്ടാകുമെന്നല്ലാതെ വിശ്വാസിക്ക് അതിന് കാലെണ്ണയുടെ ഗുണമില്ല. ഉണ്ടായിരുന്നെങ്കിൽ കോവിഡ് കാലത്ത് അറിയായിരുന്നു. ക്രിസ്ത്യാനിയുടെ ദൈവം എവിടെ പോയി? ഹിന്ദുവിൻ്റെ ദൈവം എവിടെ പോയി? മുസ്ലിങ്ങളുടെ ദൈവം എവിടെ പോയി? എല്ലാ ദൈവങ്ങളും എവിടെ പോയി? അളയിൽ കയറിയില്ലേ? ഇതൊന്നുമല്ല. ദൈവത്തെ അറിയാൻ ഇതല്ല മാർഗം. ദൈവത്തെ അറിയുന്നത് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ കൂടെ. യോന കപ്പലിൽ നിന്ന് കടലിലേക്ക് എറിയപ്പെട്ട് തിമിംഗലത്തിൻ്റെ വയറ്റിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ അറിയും. കപ്പലിൽ സഞ്ചരിച്ച് അവിടെ സുഖമായി കിടന്നുറങ്ങുമ്പോൾ അറിയില്ല. കപ്പലിൽ സുഖമായി സഞ്ചരിക്കുന്ന യോനായുടെ ദൈവത്തോട് ഇതേപ്പറ്റി ഒരു പ്രസംഗം നടത്തുന്നത് ഞാൻ ചെയ്യും. നല്ല പ്രസംഗം, തീപ്പൊരി പ്രസംഗം നടത്തിക്കളയും. നമ്മളെ പാസ്റ്റർമാരൊക്കെ ചെയ്ത് നല്ല പാട്ടൊക്കെ പാടി, ഒരു ഭാഗവതരയൊക്കെ വെച്ച്, നല്ല മൈക്കും സന്നാഹങ്ങളൊക്കെ വെച്ച് ഒരു നല്ല പ്രസംഗം നടത്തിക്കളയും. പക്ഷേ തിമിംഗലത്തിൻ്റെ വയറ്റിനകത്തിരിക്കുന്ന യോനായോട് ചോദിച്ചാൽ അവൻ പറയും, അയ്യോ അതൊന്നും ആയിരുന്നില്ല, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയും. പ്രിയമുള്ളവരെ, നമുക്ക് നമ്മുടെ ചെറിയ 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 ബുദ്ധിയിലടക്കാവുന്നൊരു പ്രതിഭാസമല്ല ദൈവം. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ, നമ്മുടെ ജീവിതത്തിൻ്റെ ആകത്തുക കൊണ്ട് എന്താ പറയുക, ശ്വാസം മുട്ടി നാം അന്വേഷിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ പൊന്തി വരുന്ന ഒരു കിരണമുണ്ട്, ഒരു നേരിയ ശബ്ദമുണ്ട്. അതാണ് എലീശ പ്രവാചകൻ പറഞ്ഞത്. കൊടുങ്കാറ്റിലല്ല, ഭൂകമ്പത്തിലല്ല, തീയിലല്ല, പിന്നെയോ നേരിയ സ്വരത്തിൽ എന്നോട് സംസാരിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ മാത്രം വിശ്വസിപ്പീൻ.
നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടതിന് പ്രത്യേകമായി ശ്രദ്ധിപ്പീൻ. ദൈവത്തിൻ്റെ നാമം വൃഥാ എടുക്കുവാൻ ഇടയാകരുത്. അതാണ്, അങ്ങനെ ദൈവനാമം വൃഥാ എടുത്തുകൊണ്ടാണ് ഈ ലോകത്തിൽ മനുഷ്യൻ ഏറ്റവും പൈശാചികമായ പ്രവർത്തനം ദൈവത്തിൻ്റെ പേരിൽ ചെയ്തു കൂട്ടിയിട്ടുള്ളത്. ഇപ്പോഴും ആ അധമമായ പ്രവൃത്തികൾ മാത്രമാണ് നടക്കുന്നത് എന്നുകൂടെ സൂചിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം ഉയർത്തിയ രണ്ടാമത്തെ ചോദ്യം അടുത്ത വീഡിയോയിൽ കൈകാര്യം ചെയ്യാൻ സമയം പോയതുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.